യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. 2025 അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞൊരു വർഷ ജീവിതത്തെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയൊക്കെയോ അന്ധതയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രതികൂലതകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അലതല്ലുന്നില്ലേ? ഈ പ്രതികൂലതകൾ നമ്മളെ ഒരുപക്ഷെ മ്ലാനവതരാക്കിയേക്കാം. ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തള്ളിയേക്കാം. ഒരുപക്ഷെ നമ്മളെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിതയാത്ര മുൻപോട്ട് നീങ്ങാതെ വന്ന പ്രതികൂലതയുടെ ഇരുളിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. ഒരു വർഷം പിന്നിടുമ്പോൾ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം: ഈ ഇരുളിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ആടി ഉലയ്ക്കുന്നതിന് മുഖാന്തരമായിട്ടുണ്ടോ? മറിച്ചൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം: ഇരുൾ നിറഞ്ഞ ഈ ചുറ്റുപാടിൽ മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി നിൽക്കുവാൻ, ഒരു പ്രകാശ ഗോപുരമായി നിൽക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുന്നത് നമ്മെ വിലയിരുത്തുവാൻ മുഖാന്തരമാകും. ഇരുളിൻ്റെ അനുഭവം ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങളിൽ അത് ശിഥിലീകരണത്തിൻ്റെ അനുഭവങ്ങളാകാം. നാടിൽ അക്രമത്തിൻ്റെ പ്രതികൂലതകളുടെ അനുഭവമാകാം. ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ചിന്തിച്ചാൽ ക്രൈസ്തവ മിഷണറിമാർ നേരിടുന്ന പ്രതിസന്ധികളാകാം. സഭയുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ സഭ അതിൻ്റെ അകത്തു നിന്നും സഭയ്ക്ക് പുറത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികൂലമായ തിക്താനുഭവങ്ങളാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂലതകൾ, ഡ്രഗിൻ്റെ വ്യാപനം ഏറെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടം, കെമിക്കൽ ഡ്രഗ് അബ്യൂസ് അതിൻ്റെ മൂർധന്യതയിലെത്തിയെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, സെക്ഷൽ അബ്യൂസ് വർദ്ധിച്ചു വരുന്നതായ ഒരു കാലഘട്ടം, ഇതെല്ലാം ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ക്രിസ്മസിൻ്റെ സമയം എന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ. നമ്മിൽ ഈ പ്രകാശമുള്ളപ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുവാൻ, പ്രകാശ ഗോപുരമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ക്രിസ്തു നമ്മിൽ ജനിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലുണ്ടാകുമ്പോൾ, ക്രിസ്തുവിൻ്റെ ആർദ്രത നമ്മിലുണ്ടാകുമ്പോൾ നാം പ്രകാശ ഗോപുരങ്ങളായി മാറുന്നു. മറ്റുള്ളവരെ കരുതുന്നതിലൂടെ, അപരൻ്റെ വേദന നമ്മുടെ വേദനയായി കാണുവാൻ സാധിക്കുമ്പോൾ നാം പ്രകാശ ഗോപുരങ്ങളായി മാറുന്നു. മറ്റുള്ളവർക്ക് വഴികാട്ടികളായി മാറുമ്പോൾ, മറ്റുള്ളവരെ തിരുത്തേണ്ട മേഖലകളിൽ തിരുത്തുവാൻ സന്നദ്ധമാകുമ്പോൾ നാം ഒരു പ്രകാശ ഗോപുരമായി മാറുന്ന അനുഭവമാണ്. യേശു കർത്താവ് ഈ ക്രിസ്മസുമായുള്ള ബന്ധത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം പ്രകാശ ഗോപുരങ്ങളായി മാറണമെങ്കിൽ നമ്മിൽ ക്രിസ്തു ജനിക്കണം. ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിൽ വ്യാപരിക്കണം. യെശയ്യാവ് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. അതായത് നിഷ്ക്രിയരായി ഇരിപ്പാനുള്ളതല്ല, പ്രവർത്തന സജ്ജരാകുവാനുള്ളത്. യേശു കർത്താവിൻ്റെ സ്നേഹം, ഈ സദ്വർത്തമാനം ജീവിതത്തിലൂടെ പങ്കുവെക്കപ്പെടേണ്ടതാണ്. നമ്മുടെ സംസാരങ്ങളല്ല ആവശ്യം, പിന്നെയോ പ്രവർത്തനങ്ങളാണ്. ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാകുന്നുവെന്ന്. അതുകൊണ്ട് ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായി,
അവർക്ക് ആത്മധൈര്യം നൽകുന്നവരായി മാറേണ്ടത് ഏറെ ആവശ്യം. കേരളത്തെ സംബന്ധിച്ചോളം 30% വാർദ്ധക്യത്തിലുള്ളവരുടെ എണ്ണം ഇന്ന് എത്തിക്കഴിഞ്ഞു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കഴുകുവാൻ, അവർക്ക് കൈത്താങ്ങ് നൽകുവാൻ വ്യക്തികൾ എന്ന നിലയിൽ, സഭ എന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോൾ പ്രകാശം എന്നത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന, ആത്മധൈര്യം പകരുന്ന, സന്തോഷം പങ്കുവെക്കുന്ന അനുഭവങ്ങളായി മാറും. ഭീതിയുടെ അനുഭവത്തിലാണ് പല കുടുംബങ്ങളിലും പല വ്യക്തികളും കഴിയുന്നത്. അപ്പോൾ ക്രിസ്മസ് നൽകുന്നത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് സുവിശേഷൻ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് സന്തോഷത്തിൻ്റെ ചാലകങ്ങളായി തീരുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഇടപാടുകളിലൂടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ നടപടിക്രമങ്ങളിലൂടെ ഈ സന്തോഷം പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന് സാധിക്കുന്ന വ്യക്തികളായി, കുടുംബങ്ങളായി, സഭകളായി നമുക്ക് നിലനിൽപ്പാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ഞാൻ അമേരിക്കയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു ബാലിക 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ബിഷപ്പ്, എനിക്ക് ബിഷപ്പിനോട് കാര്യം പങ്കുവെക്കണം. സ്നേഹത്തോടെ ആ കുഞ്ഞിനെ ഞാൻ അടുക്കലിരുത്തി ചോദിച്ചു, എന്താ പറയാനുള്ളത്? ആ മകൾ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിലെ ഒരു കാര്യം. ഞങ്ങളുടെ സ്കൂളിൽ ഒരു പുതിയ കുട്ടി 6 മാസം മുൻപ് വന്ന് ജോയിൻ ചെയ്തു. ഈ 6 മാസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, അവൾ ഒറ്റയ്ക്കാണ്. അവൾക്ക് കൂട്ടുകാരില്ല. ബസ്സിൽ കയറാൻ പോകുന്നത് ഒറ്റയ്ക്ക്, ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക്. മ്ലാനതയോടെ ആ പെൺകുട്ടി ആ സ്കൂളിൽ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വിവരം വീട്ടിൽ ചെന്ന് എൻ്റെ പേരൻസിനോട് പറഞ്ഞു. ആ പേരൻസിനെ എൻകറേജ് ചെയ്തു, നീ പോയി അവളോട് മിണ്ടണം, അവളോട് ഫ്രണ്ട്ഷിപ്പ് കൂടണം. ഞാൻ അത് തന്നെ ചെയ്തു. അവരെ ചേർത്ത് നിർത്തി അവളോട് ഞാൻ ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ കൂട്ടുകൂടാൻ ഇഷ്ടമാണോ? അവളെ കൂട്ടുകൂടി, അവൾക്ക് ബന്ധങ്ങൾ വളർത്തി, മറ്റു കൂട്ടുകാരെയും കൂടെ ഇവളുമായി കണക്ട് ചെയ്തു. ഇപ്പോൾ അവൾ വളരെ സുസ്മേരവദനയായി മുൻപോട്ട് പോകുന്നു. അവളുടെ ജീവിതത്തിൽ തന്നെ, അവളുടെ മുഖത്ത് തന്നെ വലിയ പ്രകാശം കാണുവാൻ സാധിച്ചു. ക്രിസ്മസ് ഇതല്ലേ നൽകുന്നത്? ആ കൊച്ചു ബാലികയ്ക്ക് തൻ്റെ ഒരു സഹപാഠിക്ക് പ്രകാശം നൽകുവാൻ സാധിച്ചെങ്കിൽ, ഒരുപക്ഷെ റേസിസത്തിൻ്റെ ഫലമാകാം അവൾ ഒറ്റപ്പെടൽ അനുഭവിച്ചത്. എന്തുമാകട്ടെ, അവളെ ചേർത്ത് നിർത്തുവാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചുവെങ്കിൽ ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ, അവർക്ക് പ്രകാശം നൽകുവാൻ, അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ നാം ഇറങ്ങിപ്പുറപ്പെടും. ക്രിസ്മസ് അതിന് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും അർത്ഥവത്തായ ക്രിസ്മസ് നേരുന്നു. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ദിനം നൽകിയതിനായി സ്തോത്രം ചെയ്യും. പ്രകാശ ഗോപുരങ്ങളായി, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന വ്യക്തികളായി ഈ സമൂഹത്തിൽ വർത്തിപ്പാൻ ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് മുഖാന്തരമൊരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും ആ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അനുഭവം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.